നമ്മൾ സാധാരണയായി ഒരു ബുദ്ധിമാനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നതാരാണ്? എപ്പോഴും വലിയ പുസ്തകങ്ങൾ വായിക്കുന്ന, കട്ടിയുള്ള കണ്ണട വെച്ച, ആരോടും മിണ്ടാത്ത ഒരാളാണോ? അല്ലെങ്കിൽ സ്കൂളിലും കോളേജിലും എല്ലാ വിഷയത്തിനും ഫുൾമാർക്ക് വാങ്ങുന്ന ആളാണോ? മനഃശാസ്ത്രം പറയുന്നത് പലപ്പോഴും ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ളവർ നമ്മൾ വിചാരിക്കുന്നതുപോലെ ആയിരിക്കില്ല പെരുമാറുന്നത് എന്നാണ്. അവരുടെ ശീലങ്ങൾ പലപ്പോഴും വളരെ വിചിത്രമായി തോന്നാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ചില കൊച്ചു കൊച്ചു സ്വഭാവങ്ങൾ സത്യത്തിൽ നിങ്ങൾ ഒരു ജീനിയസ് ആണെന്നതിന്റെ ലക്ഷണങ്ങളാണെന്ന്? ഇന്ന് ഈ വീഡിയോയിലൂടെ ബുദ്ധിമാന്മാരിൽ കാണപ്പെടുന്ന 10 വിചിത്രവും എന്നാൽ രസകരവുമായ ശീലങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൽ എത്രയെണ്ണം നിങ്ങൾക്കുണ്ടെന്ന് നോക്കൂ. 1. തനിച്ചിരിക്കാനുള്ള ഇഷ്ടം. ചില ആളുകൾ എപ്പോഴും കൂട്ടുകാരോടൊപ്പം നടക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ ബുദ്ധിമാന്മാർ തനിച്ചിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? എങ്കിൽ അത് നല്ലതാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് നടത്തിയ പഠനമനുസരിച്ച് ഉയർന്ന ബുദ്ധിയുള്ളവർ കൂടുതൽ ആളുകളുമായി ഇടപഴകുമ്പോൾ അവരുടെ സംതൃപ്തി കുറയുന്നുവെന്നാണ് കണ്ടെത്തൽ. കാരണം അവരുടെ തലച്ചോറ് എപ്പോഴും പുതിയ ആശയങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശാന്തമായ ഒരു സാഹചര്യം ആവശ്യമാണ്. ഈ ഒറ്റയ്ക്കിരിക്കൽ സത്യത്തിൽ അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 2. രാത്രി വൈകിയുറങ്ങുന്നത്. രാത്രി വൈകിയുറങ്ങുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? മിക്ക ബുദ്ധിമാന്മാരും രാത്രിയിലാണ് കൂടുതൽ സജീവമാകുന്നത്. ലോകമുറങ്ങുമ്പോൾ ശാന്തമായി ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാനും ചിന്തിക്കാനും ഇവർക്ക് സാധിക്കുന്നു. പരിണാമ സിദ്ധാന്തപ്രകാരം പുതിയ ശീലങ്ങളുമായി പെട്ടെന്ന് പൊരുത്തപ്പെടുന്നവരാണ് വൈകിയുറങ്ങുന്നവർ എന്നാണ് കരുതപ്പെടുന്നത്. 3. സ്വയം സംസാരിക്കുന്ന ശീലം. നിങ്ങൾ എപ്പോഴെങ്കിലും തനിയെ ഇരുന്നുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടാൽ ഇത് ഭ്രാന്താണെന്ന് വിചാരിച്ചേക്കാം. എന്നാൽ മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഇത് ബുദ്ധിയുടെ ലക്ഷണമാണെന്നാണ്. സ്വയം സംസാരിക്കുന്നത് വഴി നമ്മുടെ ചിന്തകളെ ക്രമീകരിക്കാനും കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സാധിക്കും. വലിയ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോഴോ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോഴോ ബുദ്ധിമാന്മാർ അറിയാതെ തന്നെ തങ്ങളോട് സംസാരിക്കാറുണ്ട്. 4. കുറച്ചു മാത്രം സംസാരിക്കുന്നത്. ഒരു സഭയിലിരിക്കുമ്പോൾ എല്ലാവരും സംസാരിക്കാൻ തിരക്കുകൂട്ടുമ്പോൾ ബുദ്ധിമാനായ ഒരാൾ മിണ്ടാതെ എല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ പെരുമാറ്റം, സംസാരരീതി, വികാരങ്ങൾ എന്നിവ ഇവർ സൂക്ഷ്മമായി നിരീക്ഷിക്കും. എല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഇവർ പ്രതികരിക്കൂ. കുറച്ച് സംസാരിക്കുക, കൂടുതൽ കേൾക്കുക എന്നത് ഇവരുടെ നയമാണ്. 5. അമിത ചിന്ത. ഒരു ചെറിയ തീരുമാനമെടുക്കാൻ പോലും നിങ്ങൾ ഒരുപാട് സമയം ചിന്തിക്കാറുണ്ടോ? രാത്രി കിടക്കുമ്പോൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാറുണ്ടോ? അനലിറ്റിക്കലായ ഒരു തലച്ചോറിന് വിശ്രമം കുറവായിരിക്കും. ഒരു ചെറിയ സംഭാഷണത്തെപ്പോലും 100 വശങ്ങളിലൂടെ ഇവർ വിശകലനം ചെയ്യും. ഇത് ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാക്കുമെങ്കിലും കാര്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ ഇവരെ സഹായിക്കുന്നത് ഈ സ്വഭാവമാണ്. 6. സെൻസ് ഓഫ് ഹ്യൂമർ. തമാശകൾ ആസ്വദിക്കാനും പറയാനും കഴിയുന്നത് ഒരു വലിയ കാര്യമാണ്. എന്നാൽ സന്ദർഭത്തിനനുസരിച്ച് ബുദ്ധിപരമായ തമാശകൾ പറയുന്നത് ബുദ്ധിയുടെ വലിയൊരു ലക്ഷണമാണ്. കാരണം ഒരു തമാശ മനസ്സിലാക്കണമെങ്കിൽ തലച്ചോറിന് പെട്ടെന്ന് പാറ്റേണുകൾ തിരിച്ചറിയാനും ആശയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനും കഴിയണം. 7. അടങ്ങാത്ത ആകാംക്ഷ. എന്തിനേയും ഏതിനേയും ചോദ്യം ചെയ്യുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? മറ്റുള്ളവർക്ക് നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും ബുദ്ധിമാന്മാർക്ക് വലിയ ആകാംക്ഷയുണ്ടാകും. ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രത്യേക കഴിവുകളൊന്നുമില്ല, എനിക്ക് കടുത്ത ജിജ്ഞാസ മാത്രമേയുള്ളൂ എന്ന്. 8. അഭിപ്രായങ്ങൾ മാറ്റാനുള്ള തയ്യാറെടുപ്പ്. താൻ വിശ്വസിക്കുന്നത് മാത്രമാണ് ശരിയെന്ന് വാശിപിടിക്കാത്തവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ. പുതിയ തെളിവുകളോ അറിവോ ലഭിക്കുമ്പോൾ തങ്ങളുടെ തെറ്റായ ചിന്താഗതികൾ തിരുത്താൻ ഇവർക്ക് മടിയുണ്ടാകില്ല. ഇവർ അറിവിനെ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുക്കി നിർത്താറില്ല. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ പറഞ്ഞ ഈ ശീലങ്ങളിൽ ഏതൊക്കെ ശീലങ്ങൾ നിങ്ങൾക്കുണ്ട്? അത് താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.